ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പെൻ മൊബൈൽ സ്റ്റാൻഡ് ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി തൊടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു സ്റ്റിക്കോ ഈർക്കിലോ എന്തെങ്കിലും എടുക്കുക. അതിനുശേഷം 10 സെൻറ്റിമീറ്റർ വണ്ണവും 17 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റം ഒരു ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കുക. ഇതുപോലെ കുറച്ച് റോളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്തൊന്നെടുക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കൊരു 10 ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 10 ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 4 സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൽ 2 സെറ്റിൽ 10 വീതവും 1 സെറ്റിൽ 9 വീതവും വെച്ചാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു സെറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം വേറൊരു സെറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇനി അടുത്ത സെറ്റ് എടുക്കാം. അതിലും ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ബോക്സ് രൂപത്തിൽ കിട്ടും. അതുപോലെ നമുക്ക് 2 ബോക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഈ കാർഡ്ബോർഡ് ബോക്സിന് 26 സെൻറ്റിമീറ്റർ നീളവും 6.5 സെൻറ്റിമീറ്റർ വണ്ണമാണ് ഉള്ളത്. അതിനുശേഷം ഒരു സൈഡിൽ നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്തേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ന്യൂസ് പേപ്പറിൻ്റെ എൻഡ് ഭാഗത്ത് ചെറുതായിട്ട് കത്രിക ഉപയോഗിച്ച് കുറച്ച് മുറിക്കുക. കാർഡ്ബോർഡ് മുറിക്കാൻ പാടില്ല, ന്യൂസ് പേപ്പർ മാത്രം ചെറുതായിട്ട് മുറിക്കുക. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഓരോ സൈഡിലും ഫെവിക്കോൾ തേച്ചിട്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വയ്ക്കുക. എല്ലാ സൈഡും ചുളിവൊന്നും വരാതെ മാക്സിമം മടക്കാൻ നോക്കുക. നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം ഓൺലൈൻ ക്ലാസ്സിനൊക്കെ കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക.
അങ്ങനെ നമ്മൾ എല്ലാ സൈഡും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ബോക്സിൻ്റെ ഒരു സൈഡിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ബോക്സും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കിയതുപോലത്തെ ഒരു സെറ്റ് അടുത്തതായി ഒന്നും കൂടി ഉണ്ടാക്കുക. അതിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററാണ്. അതിനുശേഷം ഈ 2 ബോക്സിൻ്റെയും നടുക്ക് നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി നമുക്ക് വീണ്ടും ഒരു ചെറിയ ഒരു സെറ്റ് ആവശ്യമുണ്ട്. ഒരു 3-4 റോള് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തതാണ് ഈ സെറ്റ്. അതും 10 സെൻറ്റിമീറ്റർ തന്നെയാണ് നീളം. അത് നമുക്ക് ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി നമുക്കിനി ഇത് ഫുൾ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ പോസ്റ്റർ കളറാണ് എടുത്തിരിക്കുന്നത്, റെഡ് പോസ്റ്റർ കളറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രലിക്കോ എന്തെങ്കിലും ഉപയോഗിക്കാം. എനിക്കിവിടെ അക്രലിക് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോസ്റ്റർ കളർ ഉപയോഗിച്ചത്. പെയിൻറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ സ്റ്റിക്കിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വേണം പെയിൻറ്റ് അടിക്കാൻ. ഇല്ലെങ്കിൽ അടിച്ച് കഴിയുമ്പോൾ കാണാൻ അധികം ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഫില്ല് ചെയ്ത് പെയിൻറ്റ് അടിക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുൾ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുറം ഫുൾ റെഡും അടിച്ച് അകത്ത് കുറച്ച് വൈറ്റും ആണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ ഉള്ള കളറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു പേപ്പറിൽ ഒരു പൂവിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കുറച്ച് ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് വെട്ടിയെടുത്ത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ഒട്ടിച്ചാൽ മതിയാകും. വെട്ടി ഈ ഫ്ലവറിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റ് നടുഭാഗത്തേക്ക് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെൻ മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനി നമുക്ക് പേനകളോ സ്കെച്ചോ കളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഈ നടുക്കത്തെ ഗ്യാപ്പിൽ മൊബൈൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിലും നല്ല നല്ല വീഡിയോകൾ ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.